മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ഒരുപക്ഷെ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കും ഇത്. നിങ്ങൾ തന്ന ഈ കുറിപ്പുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ചോദ്യത്തിന് ശാസ്ത്രീയമായൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൽ ശരിക്കും ഒരർത്ഥവുമില്ല എന്നതാണ്. കാരണം മരണത്തിനപ്പുറം എന്തുണ്ടെന്ന് നിരീക്ഷിക്കാൻ നമ്മുടെ കയ്യിലൊരു ഉപകരണവുമില്ലല്ലോ. അതെ അതെ. അപ്പോ പിന്നെ ശാസ്ത്രത്തിന്റെ പേരിൽ മരണാനന്തര ജീവിതം ഇല്ല എന്ന് തറപ്പിച്ചു പറയുന്നതും ശരിയല്ല, അല്ലേ? തീർച്ചയായും അത് യുക്തിപരമായി തെറ്റാണ്. പക്ഷേ ശാസ്ത്രത്തിന് ഉത്തരമില്ല എന്നതുകൊണ്ട് ഈ ചോദ്യം നമുക്കങ്ങ് മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ലെന്നാണ് നിങ്ങൾക്കന്ന് ഈ ലേഖനങ്ങളിലെ പ്രധാന വാദം. അപ്പോ ഇതിലൊന്ന് ആഴത്തിൽ പരിശോധിക്കാനാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടത്. അതെ. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ 3 ആശയങ്ങളുണ്ട് ഇതിൽ. ഒന്നാമത്തത്, മരണാനന്തര ജീവിതം എന്നത് ഒരു വിശ്വസിച്ചേ മതിയാകൂ അല്ലെങ്കിൽ വിശ്വസിക്കില്ലെന്നേ മതിയാകൂ എന്ന തരത്തിലുള്ളൊരു പ്രായോഗിക പ്രശ്നമാണെന്ന വാദം. ശരിയാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഈ ലോകത്ത് ധാർമ്മികതയുടെ കണക്കുകൾ ഒരിക്കലും പൂർണ്ണമായി ശരിയാവുന്നില്ല എന്ന ആശയം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. മൂന്നാമതായി, ഈയൊരു അവസ്ഥ കാരണം മനുഷ്യന്റെ യുക്തി തന്നെ മറ്റൊരു ലോകമുണ്ടാകണമെന്നാവശ്യപ്പെടുന്നു എന്ന നിഗമനം. നമുക്കിതിലൂടെ പോയി നോക്കാം. നിങ്ങൾ പറഞ്ഞ ആ ആദ്യത്തെ പോയിന്റ് തന്നെയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. ശാസ്ത്രത്തിന് ഈ വിഷയത്തിൽ ഒരഭിപ്രായം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിഷ്പക്ഷനായി മാറി നിൽക്കാമെന്ന് കരുതുന്നത് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധ്യമല്ല. കാരണം നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ തീരുമാനവും നമ്മുടെ സ്വഭാവം പോലും ഒന്നുകിൽ മരണാനന്തര ജീവിതം ഉണ്ട് എന്ന വിശ്വാസത്തിലോ അല്ലെങ്കിൽ ഇല്ല എന്ന ഉറപ്പിലോ കെട്ടിപ്പടുത്തതായിരിക്കും. ഒരു സംശയത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതായത് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം എന്നൊരു മനോഭാവത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? ഒരു ഉദാഹരണം വെച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായും. ഇതിൽ തന്നെ നല്ലൊരു ഉദാഹരണമുണ്ട്. നമുക്ക് തീരെ പരിചയമില്ലാത്തൊരാളെ സങ്കൽപ്പിക്കുക. ഓക്കെ. അയാളുമായി നമുക്കൊരു ഇടപാടും നടത്താനില്ലെങ്കിൽ അയാൾ നല്ലവനാണോ ചതിയനാണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാറി നിൽക്കാം. ശരിയാണ്. പക്ഷേ അയാളുമായി ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കണമെങ്കിലോ അപ്പോൾ ഒരു തീരുമാനമെടുത്തേ പറ്റൂ. ഒന്നുകിൽ അയാളെ വിശ്വസിച്ചു മുന്നോട്ടു പോകണം, അല്ലെങ്കിൽ അവിശ്വസിച്ച് ആ ഡീൽ ഉപേക്ഷിക്കണം. ശരി. ഇനി അയാളെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന സംശയത്തോടെ നിങ്ങളൊരു ഇടപാട് നടത്തിയാൽ പോലും നിങ്ങൾ പണം കൊടുക്കുമ്പോഴും ഉറപ്പ് നൽകുമ്പോഴും ഒരുപാട് നിയന്ത്രണങ്ങൾ വെക്കും. അതിന്റെ അർത്ഥമെന്താ? നിങ്ങൾ അയാളെ അവിശ്വസിക്കുന്നുവെന്ന് തന്നെയാണ്. അതുപോലെയാണ് ജീവിതവും. ശരിയാണ്. ആ പ്രായോഗികമായ സമീപനം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു വിശ്വാസം, അതായത് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ അത്രയധികം സ്വാധീനിക്കുന്നുണ്ടോ? രണ്ടും തമ്മിൽ അത്ര വലിയ വ്യത്യാസമുണ്ടോ? ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ടെന്നാണ് ഈ കുറിപ്പുകളിലെ പ്രധാന വാദം. ഈ ആശയം വ്യക്തമാക്കാൻ വളരെ ശക്തമായൊരു ഉപമയുണ്ട്. ഓക്കെ. കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്ന 2 പേരെ സങ്കൽപ്പിക്കാൻ ലേഖകൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, കേൾക്കാൻ രസമുണ്ട്. എന്താണത്? ഒന്നാമത്തെയാൾ വിശ്വസിക്കുന്നത് തന്റെ യാത്രയുടെ അവസാനം കോഴിക്കോടാണ് എന്നാണ്. യാത്രയുടെ അവസാനം? അതെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാത്രയില്ല, ചോദ്യം ചെയ്യലുകളില്ല, നിയമങ്ങളില്ല, എല്ലാം കഴിഞ്ഞു. സ്വാഭാവികമായും അയാളുടെ യാത്രയിലെ എല്ലാ പ്ലാനുകളും കോഴിക്കോട് വരെ എത്താനുള്ളതായിരിക്കും. യാത്രക്കിടയിൽ ലാഭമുണ്ടാക്കാനും സുഖിക്കാനും കിട്ടുന്ന ഒരവസരവും അയാൾ പാഴാക്കില്ല. കാരണം കോഴിക്കോടെത്തിയാൽ ഈ കണക്കുകളൊന്നും ആരും ചോദിക്കാനില്ലല്ലോ. ശരി. രണ്ടാമത്തെയാളോ? രണ്ടാമത്തെയാള് വിശ്വസിക്കുന്നത് കോഴിക്കോടൊരു ട്രാൻസിറ്റ് പോയിന്റ് മാത്രമാണെന്നാണ്. അവിടെ നിന്ന് കപ്പൽ കയറി മറ്റൊരു വലിയ രാജ്യത്തേക്ക് പോകണം. ആ രാജ്യത്തെയും ഇവിടത്തെയും ഭരണാധികാരി ഒരാളാണ്. താൻ ഈ യാത്രയിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും നല്ലതും ചീത്തയുമായ ഒരു രഹസ്യ റിപ്പോർട്ട് ആ ഭരണാധികാരിയുടെ കയ്യിലെത്തുന്നുണ്ടെന്നും അന്തിമമായ രക്ഷാശിക്ഷകൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. കൊള്ളാം. അപ്പോൾ ഈ 2 പേരുടെയും പെരുമാറ്റം തീർത്തും വ്യത്യസ്തമായിരിക്കും. തീർച്ചയായും. ഒരാളുടെ ലക്ഷ്യം കോഴിക്കോട് വരെ എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നതാണ്. മറ്റൊരാളുടെ ചിന്ത മുഴുവൻ അതിനപ്പുറമുള്ള യാത്രയെക്കുറിച്ചായിരിക്കും. അതെ. രണ്ടാമത്തെയാൾക്ക് യാത്രക്കിടയിൽ ചെറിയ നഷ്ടങ്ങളുണ്ടായാലും അയാൾ വിഷമിക്കില്ല. കാരണം യഥാർത്ഥ കണക്ക് തീർപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നയാൾക്കറിയാം. ശരിയാണ്. അയാൾ മറ്റുള്ളവരെ സഹായിക്കും, ചതിക്കില്ല. കാരണം ആ ഭരണാധികാരി എല്ലാം കാണുന്നുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നു. എന്നാൽ ഒന്നാമത്തെയാൾക്ക് കോഴിക്കോട് വെച്ചുണ്ടാകുന്ന ഓരോ ചെറിയ ലാഭവും വലിയ കാര്യമാണ്. ഓരോ നഷ്ടവും നികത്താനാവാത്തതാണ്.
ഈ വ്യത്യാസം വരുന്നത് യാത്രയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിലെ അടിസ്ഥാനപരമായ വ്യത്യാസം കൊണ്ടാണ്. ഇതേ വ്യത്യാസം മരണാനന്തര ജീവിതത്തെ വിശ്വസിക്കുന്നവന്റെയും അല്ലാത്തവന്റെയും ജീവിതത്തിലുണ്ടാകുമെന്നാണ് വാദം. അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യത്തെ പോയിന്റിലേക്ക് എത്തുന്നു. ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാതെ മുന്നോട്ടു പോകാനാവില്ല. ഇല്ല. അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ തീരുമാനങ്ങളെപ്പോലും സ്വാധീനിക്കും. ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷേ അടുത്ത ചോദ്യം ഇതാണ്: ഏത് നിലപാട് സ്വീകരിക്കണം? ശാസ്ത്രത്തിന് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണൊരു തീരുമാനമെടുക്കുക? നല്ല ചോദ്യം. അവിടെയാണ് നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആശയങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓക്കെ. ബുദ്ധിപരവും യുക്തിപരവുമായ ചില തെളിവുകൾ കണ്ടെത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതിനായി ഈ കുറിപ്പുകളിൽ മനുഷ്യനെയും അവൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെയും ഒരുമിച്ച് വെച്ച് പരിശോധിക്കുന്നു. എങ്ങനെയാണ് പരിശോധന? അതായത്, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്നാണ് അന്വേഷണം. എന്നിട്ട് എന്താണ് പരിശോധനയിലെ കണ്ടെത്തലുകൾ? മനുഷ്യന്റെ അസ്തിത്വത്തെ മൂന്നായി തിരിക്കുന്നുണ്ട്. ഒന്ന്, അവന്റെ ഭൗതികമായ അസ്തിത്വം. ഭൗതികം? നമ്മുടെ ശരീരം. മണ്ണ്, വെള്ളം, ധാതുക്കൾ, വാതകങ്ങൾ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഘടകങ്ങൾക്കെല്ലാം പ്രവർത്തിക്കാനാവശ്യമായ എല്ലാ നിയമങ്ങളും, അതായത് ഫിസിക്സും കെമിസ്ട്രിയുമൊക്കെ ഈ പ്രപഞ്ചത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തത് ജൈവികമായ അസ്തിത്വമാണ്. ജൈവികം? നമ്മൾ ഭക്ഷണം കഴിച്ചു വളരുന്നു, ശ്വസിക്കുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു. ഒരു ചെടിയെപ്പോലെ, ഒരു മൃഗത്തെപ്പോലെ. ഇതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും നിയമങ്ങളും, ബയോളജിക്കൽ നിയമങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്. ആ കാര്യത്തിലും ഈ ലോകം തികഞ്ഞതാണ്. ഓക്കെ. ഇനി മൂന്നാമത്തത്. അവിടെയായിരിക്കും പ്രധാന വ്യത്യാസം വരുന്നത്, അല്ലേ? അതെ. മൂന്നാമത്തത് മനുഷ്യന്റെ ധാർമ്മികമായ അസ്തിത്വമാണ്. ഇവിടെയാണ് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. നീതി, ദയ, സ്നേഹം, സത്യസന്ധത തുടങ്ങിയവ നല്ലതാണെന്നും അനീതി, ക്രൂരത, വഞ്ചന എന്നിവയൊക്കെ തെറ്റാണെന്നും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊരു ബോധമുണ്ട്. ശരി. ഏറ്റവും പ്രധാനമായി നന്മയ്ക്ക് നല്ല പ്രതിഫലവും തിന്മയ്ക്ക് തക്കതായ ശിക്ഷയും ലഭിക്കണമെന്ന ഒരു അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ എല്ലാം പ്രകൃതത്തിലുണ്ട്. ഒരു മിനിറ്റ്. അവിടെ എല്ലാവരും യോജിക്കണമെന്നില്ലല്ലോ. ഈ നന്മ, തിന്മ, നീതി എന്നതൊക്കെ ഓരോ സമൂഹവും കാലഘട്ടവും ഉണ്ടാക്കിയെടുക്കുന്ന ചില ആശയങ്ങളല്ലേ? അതിന് പ്രകൃത്യാ ഉള്ള ഒരു അടിസ്ഥാനമുണ്ടോ? ആ ഒരു വാദത്തെ ഈ കുറിപ്പുകൾ പരിഗണിക്കുന്നുണ്ടോ? തീർച്ചയായും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിലെ വാദം ഇങ്ങനെയാണ്: നന്മതിന്മകളുടെ നിർവചനങ്ങൾ സമൂഹത്തിനനുസരിച്ചു മാറിയേക്കാം, പക്ഷേ നീതി നടപ്പാകണം എന്ന അടിസ്ഥാന തത്വം സാർവലൗകികമാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു മിഠായി തട്ടിപ്പിരിച്ചാൽ ആ കുട്ടി കരയുന്നത് അനീതി എന്ന വാക്ക് പഠിച്ചതുകൊണ്ടല്ല, മറിച്ച് തന്നോട് ചെയ്തത് ശരിയായില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്. ഏത് സംസ്കാരത്തിലായാലും വഞ്ചിക്കപ്പെടുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അർഹതയില്ലാത്തത് കിട്ടുമ്പോൾ സന്തോഷം തോന്നും. ഈ അർഹത എന്ന ബോധം, ഈ നീതിക്കു വേണ്ടിയുള്ള ദാഹം, അതാണ് മനുഷ്യന്റെ ധാർമ്മിക അസ്തിത്വത്തിന്റെ കാതൽ. ഓക്കെ, ആ വാദം മനസ്സിലായി. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: നമ്മുടെ ഉള്ളിലെ ഈ ധാർമ്മികമായ ആവശ്യം, ഈ നീതിക്ക് വേണ്ടിയുള്ള ദാഹം, ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ലേഖകൻ. ഇല്ലേ? നമ്മുടെ ഭൗതികവും ജൈവികവുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഈ പ്രപഞ്ചം 100% വിജയമാണ്. പക്ഷേ നമ്മുടെ ധാർമ്മികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഇതൊരു സമ്പൂർണ്ണ പരാജയമാണ്. അതെന്തുകൊണ്ടാണ്? കാരണം ഈ ലോകം പ്രവർത്തിക്കുന്നത് പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചാണ്, ധാർമ്മിക നിയമങ്ങൾക്കനുസരിച്ചല്ല. അതൊന്ന് വ്യക്തമാക്കാമോ? ഇപ്പൊ നോക്കൂ, ഒരു മാവിൻ കുരു മണ്ണിലിട്ടാല് അതിൽ നിന്ന് മാവ് തന്നെ മുളയ്ക്കും. അതെ, അതൊരു പ്രകൃതി നിയമമാണ്, അതിന് മാറ്റമില്ല. ശരിയാണ്. എന്നാൽ സത്യസന്ധതയുടെ ഇത്ത് വിതച്ചാൽ അതിൽ നിന്ന് എപ്പോഴും നല്ല ഫലം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ പ്രശംസ കിട്ടാം, പക്ഷെ പലപ്പോഴും പരിഹാസവും പീഡനങ്ങളുമായിരിക്കാം തിരികെ ലഭിക്കുക. ഇവിടെ അധികാരത്തിനും പണത്തിനുമാണ് വില. നന്മയ്ക്കും സത്യസന്ധതയ്ക്കും അതേ വില കിട്ടണമെന്നില്ല. അവിടെയാണ് ആ കണക്കുകൾ തെറ്റുന്നത്. മനുഷ്യൻ അതിനുവേണ്ടിയല്ലേ കോടതികളും പോലീസും നിയമവ്യവസ്ഥകളുമൊക്കെ ഉണ്ടാക്കിയത്? ഈ ധാർമ്മികമായ കണക്കുകൾ ശരിയാക്കാനുള്ള ഒരു ശ്രമമല്ലേ അതെല്ലാം? തീർച്ചയായും. പക്ഷേ ആ ശ്രമങ്ങൾ എത്രമാത്രം അപൂർണവും പരിമിതവുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ നല്ലൊരു ഉദാഹരണമുണ്ട്. എന്താണത്?
ഒരാൾ നിങ്ങളുടെ വീടിന് തീയിലിടുന്നുവെന്ന് സങ്കൽപ്പിക്കുക. അതിന്റെ ഭൗതികമായ ഫലം എന്താണ്? വീട് കത്തിപ്പോകും. അത് നടക്കും, കാരണം അത് പ്രകൃതി നിയമമാണ്. അതെ. എന്നാൽ അതിന്റെ ധാർമ്മികമായ ഫലം, അതായത് കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ കിട്ടുക എന്നത് നടക്കുമോ? ഉറപ്പില്ല. അയാളെ പിടികിട്ടണം, കുറ്റം തെളിയണം, കോടതി ശിക്ഷിക്കണം. ഇതിലെവിടെ വേണമെങ്കിലും പിഴവ് സംഭവിക്കാം. അതെ, ഒരുപക്ഷേ ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടാതെ സുഖമായി ജീവിച്ചേക്കാം. വീട് നഷ്ടപ്പെട്ട നിങ്ങൾ ഒരുപക്ഷേ ജീവിതകാലം മുഴുവൻ ദുരിതത്തിലായേക്കാം. ഇവിടെ നീതി നടപ്പിലായില്ല. ശരിയാണ്. ഇനി ഇതിലും വലിയ അനീതികളുടെ കാര്യമോ? ഏതാനും ചില വ്യക്തികൾ അവരുടെ അധികാര ദുർവിനിയോഗം കൊണ്ട് ഒരു യുദ്ധമുണ്ടാക്കുന്നു. ലക്ഷക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുന്നു, ഒരു രാജ്യം തന്നെ നശിപ്പിക്കപ്പെടുന്നു. ആ കുറ്റകൃത്യത്തിന് കാരണക്കാരായവർക്ക് ഈ ലോകത്ത് വെച്ച് പൂർണ്ണവും നീതിയുക്തവുമായൊരു ശിക്ഷ നൽകാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. അവരെ 1000 തവണ തൂക്കിക്കൊന്നാൽ പോലും അവരില്ലാതാക്കിയ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾക്ക് അത് പകരമാവില്ല. അതെ, അതുപോലെ മറുവശത്തും ഈ പ്രശ്നമുണ്ട്. മനുഷ്യരാശിക്ക് വലിയ നന്മകൾ ചെയ്ത മഹാന്മാരുടെ കാര്യമെടുക്കൂ. അവരുടെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ആശയം കാരണം നൂറ്റാണ്ടുകളോളം തലമുറകൾക്ക് പ്രയോജനം ലഭിക്കുന്നു. അവരുടെ ആ സൽപ്രവൃത്തിയുടെ പൂർണ്ണമായ പ്രതിഫലം ആ ചെറിയ ജീവിതകാലത്ത് അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ? സാധ്യതയില്ല. അതും അസാധ്യമാണ്. അസാധ്യമാണ്. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന നിഗമനം ഇതാണ്: നമ്മുടെ ശരീരത്തിനും ജീവനും വേണ്ടതെല്ലാം ഈ ലോകത്തുണ്ട്. പക്ഷെ നമ്മുടെ മനസാക്ഷിക്ക്, അല്ലെങ്കിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവിന് വേണ്ട നീതി ഇവിടെ കിട്ടുന്നില്ല. അവിടെ വലിയൊരു വിടവ് നിലനിൽക്കുന്നു. കൃത്യമായി. ഇതിൽ നിന്നാണ് യുക്തിപരമായ അടുത്ത നിഗമനത്തിലേക്കെത്തുന്നത്. എന്താണത്? മനുഷ്യന്റെ പ്രകൃതവും അവന്റെ യുക്തിയും മറ്റൊരു ലോകവ്യവസ്ഥയെ ആവശ്യപ്പെടുന്നു. അതെ, ഈ ലോകത്ത് പൂർത്തിയാകാതെ പോയ അവന്റെ ധാർമ്മിക അസ്തിത്വത്തിന്റെ പൂർത്തീകരണത്തിന് അങ്ങനെയൊന്നു കൂടിയേ തീരൂ. ആ ലോകത്തെ അടിസ്ഥാന നിയമം ധാർമ്മിക നിയമമായിരിക്കണം, പ്രകൃതി നിയമമല്ല. അവിടെ നന്മയ്ക്ക് തക്കതായ പ്രതിഫലവും തിന്മയ്ക്ക് കൃത്യമായ ശിക്ഷയും ലഭിക്കണം. മാത്രമല്ല, ആ കർമ്മഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ അവിടുത്തെ ജീവിതം അനന്തമായിരിക്കണം. പക്ഷേ നമ്മുടെ യുക്തിക്ക് നമ്മളെ ഇവിടം വരെ മാത്രമേ എത്തിക്കാൻ കഴിയൂ, അല്ലേ? അതെ. അതായത് സമ്പൂർണ്ണ നീതി പുലരുന്ന അങ്ങനൊരു ലോകം ആവശ്യമാണ് എന്ന് പറയാനേ യുക്തിക്ക് കഴിയൂ. ശരിയാണ്. അങ്ങനെയൊന്ന് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ യുക്തിക്ക് സാധ്യമല്ല. ശാസ്ത്രം നേരത്തെ തന്നെ കൈയൊഴിയുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസത്തിലേക്ക് എത്തുന്നത്? അതെ, അവിടെയാണ് ഈ കുറിപ്പുകൾ ഖുറാനിലെ ആശയങ്ങളെ അവതരിപ്പിക്കുന്നത്. മനുഷ്യന്റെ യുക്തി എവിടെ വെച്ച് നിർത്തുന്നുവോ അവിടെ നിന്ന് വിശ്വാസം ആരംഭിക്കുന്നു. ഓക്കെ. നിങ്ങളുടെ യുക്തിയും പ്രകൃതവും എന്താവശ്യപ്പെടുന്നുവോ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ് ഖുറാൻ ചെയ്യുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. എങ്ങനെ? അതായത്, പ്രകൃതി നിയമങ്ങളിൽ അധിഷ്ഠിതമായ ഈ ലോകവ്യവസ്ഥ ഒരു നാൾ തകർക്കപ്പെടും. തുടർന്ന് ധാർമ്മിക നിയമങ്ങൾ അടിസ്ഥാനമായുള്ള പുതിയൊരു ലോകം നിലവിൽ വരും. ആ ലോകത്തെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്? ആദിമ മനുഷ്യൻ മുതൽ അവസാനം വരെയുള്ള എല്ലാവരെയും അവിടെ ഒരുമിച്ച് വിചാരണയ്ക്കായി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എല്ലാവരെയും? ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തികളുടെയും ഒരു സമ്പൂർണ്ണ റെക്കോർഡ് അവിടെ ഉണ്ടാകും. ഒന്നും വിട്ടുപോവില്ല. നമ്മുടെ സ്വന്തം കൈകളും കാലുകളും കണ്ണുകളും വരെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണത് സംസാരിക്കുന്നത്. അത് സങ്കല്പിക്കാൻ പോലും പ്രയാസമുള്ള ഒന്നാണ്. അവിടുത്തെ രക്ഷാശിക്ഷകൾ എങ്ങനെയായിരിക്കും? അത് നമ്മുടെ ഈ ലോകത്തെ അളവുകോലുകൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ സ്ഥലകാല നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഈ ലോകത്ത് ആയിരക്കണക്കിന് വർഷങ്ങളോളം സ്വാധീനം ചെലുത്തിയ ഒരു നന്മയുടെ പൂർണ്ണമായ പ്രതിഫലം ആസ്വദിക്കാനും അതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങളോളം ദുരിതം വിതച്ചൊരു തിന്മയുടെ പൂർണ്ണമായ ശിക്ഷ അനുഭവിക്കാനും അവിടെ സാധിക്കുമെന്നാണ് വിശദീകരണം. ശരി. മരണമോ ബോധക്ഷയമോ ആ ശിക്ഷയിൽ നിന്നൊരു രക്ഷ നൽകുകയുമില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ശാസ്ത്രത്തിന് ഉത്തരമില്ലാത്തൊരു ചോദ്യത്തിൽ നിന്നാണ്. പക്ഷേ ആ ചോദ്യത്തിൽ ഒരു നിലപാടെടുക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അതെ. തുടർന്ന് പൂർണ്ണമായ ധാർമ്മിക നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ ഉള്ളിലെ ആ ദാഹം ഈ ലോകത്ത് ഒരിക്കലും പൂർണ്ണമായി ശമിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ യുക്തിപരമായി മറ്റൊരു ലോകം ആവശ്യമാണെന്നുമുള്ള വാദങ്ങൾ നമ്മൾ കേട്ടു. അതെ. ഇന്നത്തെ ഈ സങ്കീർണമായ പ്രപഞ്ചവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിയമങ്ങളോടുകൂടി മറ്റൊരു വ്യവസ്ഥ എങ്ങനെയാണ് അസാധ്യമാവുകയെന്ന് ലേഖകൻ അത്ഭുതപ്പെടുന്നുണ്ട്.